ന്യൂസ് 16 കേരള. മരുഭൂമി താണ്ടി അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്നതിനിടെ നവദമ്പതികൾ ദാഹിച്ചു മരിച്ചു. രാജസ്ഥാനിലെ ജയ്സാൽമറിനടുത്ത് അന്താരാഷ്ട്ര അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാനി ദമ്പതികളായ രവികുമാർ 17 വയസ്സ്, ശാന്തിബായി 15 വയസ്സ് എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തി. നിർജ്ജലീകരണമാണ് മരണകാരണമെന്നാണ് വിലയിരുത്തൽ. മരിച്ചു കിടക്കുന്നയിടത്തു നിന്നുള്ള ഫോട്ടോ മരണത്തിനു മുൻപ് ഇവർ അനുഭവിച്ച ദൈന്യതകൾ മുഴുവൻ വെളിപ്പെടുത്തുന്നതാണ്. ചെറിക്കാൻ മുഖത്ത് കമഴ്ത്തി വെച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. ശരീരത്തിലെ പാടുകളും നിർജ്ജലീകരണമാണ് മരണകാരണമെന്നും സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ സൗത്ത് സിന്ധ് പ്രൊവിൻസിലെ ഗോഡ്കി ജില്ലയിൽ നിന്നുള്ളവരാണ് ദമ്പതികൾ. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച ഇവരുടെ വിവാഹം 4 മാസം മുൻപാണ് നടന്നത്. സുരക്ഷിതമായ ഭാവി ജീവിതം കെട്ടിപ്പടുക്കാനായി ഇന്ത്യൻ വിസയ്ക്ക് രണ്ടുപേരും അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഈയിടെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായതിനെ തുടർന്ന് വിസ ലഭിച്ചില്ല. തുടർന്ന് അനധികൃതമായി അതിർത്തി കടക്കാൻ ദമ്പതികൾ തീരുമാനിക്കുകയായിരുന്നു. കുമാറിന്റെ പിതാവ് യാത്ര വിലക്കിയിരുന്നുവെങ്കിലും ദമ്പതികൾ തീരുമാനത്തിൽ തന്നെ ഉറച്ചുനിന്നു. ഒരാഴ്ച മുൻപാണ് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഇവർ യാത്ര പുറപ്പെട്ടത്. അതിർത്തി കടന്നെങ്കിലും ബിബിയാൻ മരുഭൂമിയിൽ വെച്ച് ഇവർക്ക് വഴിതെറ്റുകയായിരുന്നു. കൊണ്ടുവന്ന ജലം തീർന്നു പോയതിനാൽ ദാഹവും നിർജ്ജലീകരണവും മൂലമാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പാകിസ്ഥാനിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന ചെറിക്കാൻ മൃതദേഹങ്ങളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. മെഡിക്കൽ ബോർഡ് ഞായറാഴ്ച ഇവരുടെ പോസ്റ്റ്മോർട്ടം നടത്തി. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.